പി കെ കുഞ്ഞനന്ദനെ പുറത്താക്കിയേക്കുമെന്ന വാർത്ത അസംബന്ധമെന്ന പി ജയരാജൻ. പാർട്ടി തടവുകാരെ ജയിലിൽ സന്ദർശിക്കാറുണ്ടെന്നും പി ജയരാജൻ പ്രതികരിച്ചു. ജയിൽ സന്ദർശിച്ചത് CPM-ന്റെ തടവുകാരെ പാർട്ടി നേതാക്കന്മാർ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. ആ നിലക്കുള്ള സന്ദർശനം തന്നെയാണ് നടത്തിയത്. അതായത് അസംബന്ധമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പഞ്ചാബിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് അനന്ത്പൂർ സാഹിബ്. കേന്ദ്രമന്ത്രി അംബിക സോണിയാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ആദ്യമായാണ് കോൺഗ്രസിന്റെ ഈ മുതിർന്ന നേതാവ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. 4.5 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട് അംബിക സോണിക്ക്. ഇതിനിടെ 5 തവണ പാർലമെന്റ് അംഗമായി. എല്ലാ തവണയും രാജ്യസഭയിലായിരുന്നു അംബിക സോണിയുടെ സ്ഥാനം. നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തയ്ക്ക് 71-ാം വയസ്സിൽ ഇത് കന്നി അംഗമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ അനന്ത്പൂർ സാഹിബാണ് തട്ടകം. ചിട്ടയായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് അംബിക സോണി മണ്ഡലത്തിൽ നടത്തുന്നത്. വലിയ റാലികൾക്ക് പകരം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ യോഗങ്ങൾ. I go to the villages, I cover 32 villages in a day, and you see every village, big or small, has 1 or 2 plaques saying this came from the MP-led fund of Ambika Soni. So that makes me gel with the people and makes my task much easier. എല്ലായിടത്തും പഴയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചുറുചുറുക്കോടെ അവർ ഓടിയെത്തുന്നു. പ്രവർത്തകരെ നിരാശരാക്കാതെ ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രസംഗങ്ങൾ. അകാലിദളിന്റെ പ്രേംസിംഗ് ചന്ദുമഞ്ജരയാണ് അംബിക സോണിയുടെ പ്രധാന എതിരാളി. ആം ആദ്മിയുടെ ഹിമ്മത് സിംഗ് ഷെർജിലും ശക്തമായ പ്രചാരണം നടത്തുന്നുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് അംബിക സോണി അനന്ത്പൂർ സാഹിബിന് വേണ്ടി അനുവദിച്ചത്. ഈ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നാണ് അംബിക സോണിയുടെ പ്രതീക്ഷ. അനന്ത്പൂർ സാഹിബിലെ അംബിക സോണിയുടെ പ്രചാരണ യോഗത്തിൽ നിന്ന് ക്യാമറാമാൻ CR രജിത്തിനൊപ്പം അഷ്റഫ് വാളൂർ, മീഡിയ 1. വാരാണസിയിൽ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയ്ക്കെതിരെ വിവിധ പാർട്ടികൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് കാട്ടി കോൺഗ്രസും BSPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് BJP പ്രതികരിച്ചു. 117 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്ന ദിവസമാണ് വാരണാസിയിൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയത്. ഇതിന് ദേശീയ മാധ്യമങ്ങൾ വലിയ കവറേജ് നൽകുകയും ചെയ്തു. ഏകപക്ഷീയമായി മോദി ഷോയാണ് മാധ്യമങ്ങളിലുണ്ടായതെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും BSP നേതാവ് മായാവതി പറഞ്ഞു. और पर्चा दाखिल करने से पहले इन्होंने जो कल रोड शो भी किया है तो उसके बारे में हमें ये भी जानकारी मिली है कि उसमें ज्यादातर भीड़ बनारस के बाहर की ही थी. റോഡ് ഷോയ്ക്കിടെ ഹിന്ദു നേതാക്കളുടെ പ്രതിമകളിൽ ഹാരാർപ്പണം നടത്തിയ മോദി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് തേടാനാണ് ശ്രമിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ കുറ്റപ്പെടുത്തി. അതേസമയം പരാജയഭീതിയിൽ നിന്നുയരുന്നതാണ് ഇത്തരം ആരോപണങ്ങളെന്ന് BJP പ്രതികരിച്ചു. ജനപങ്കാളിത്തമുള്ള പരിപാടികൾ മാധ്യമങ്ങൾ കവർ ചെയ്യുക സ്വാഭാവികമാണെന്ന് BJP നേതാവ് പ്രകാശ് ജാവേദ്കർ പറഞ്ഞു. Election Commission itself, this shows their exasperation, and what they have done, they have spoken against the media. Media is independent. They don't want to air flop shows. They want to air houseful shows. നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ശ്രദ്ധേയമായ വാരണാസിയിൽ നേരത്തെ പത്രിക നൽകിയ അരവിന്ദ് കെജ്രിവാളും റോഡ് ഷോ നടത്തിയിരുന്നു. കെജ്രിവാളിന്റെ പ്രകടനത്തെ കവച്ചുവെക്കാനുള്ള സംഘടിത ശ്രമമാണ് BJP കഴിഞ്ഞ ദിവസം നടത്തിയതെന്നും വിലയിരുത്തലുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. വിദ്വേഷ പ്രസംഗങ്ങളെ തള്ളിക്കളയുന്നുവെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ അംഗീകരിക്കുന്നുവെങ്കിൽ ഗിരിരാജ് സിംഗിനെ പുറത്താക്കാൻ BJP തയ്യാറാവണമെന്ന് സാമൂഹിക പ്രവർത്തകൻ സ്വാമി അഗ്നിവേശ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നരേന്ദ്രമോദിക്ക് കത്തയച്ചതായും അഗ്നിവേശ് പറഞ്ഞു. ഗിരിരാജ് സിംഗിനെയും പ്രവീൺ തൊഗാഡിയുടെയും പ്രസ്താവനകൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. ഈ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞ നരേന്ദ്രമോദി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നല്ല ഭരണമാണ് തന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് അഗ്നിവേശ് പറഞ്ഞു. और खास करके हिंदू समाज के लोगों को इनकी निंदा जरूर करनी चाहिए, क्योंकि ये जो कट्टरपंथी भाषा बोलने वाले लोग हैं, सांप्रदायिकता का जहर घोल करके हिंदुत्व को ऊंचा झंडा उठाने वाले का दावा करने वाले ठेकेदार जो बैठे हैं, इससे हमारी हिंदू संस्कृति बदनाम होती है. മോദിയുടെ വാക്കുകളെ അംഗീകരിക്കുന്നുവെങ്കിൽ ഗിരിരാജിനെ പുറത്താക്കാൻ BJP തയ്യാറാകണം. इसलिए मेरी ये मांग होगी कि यदि BJP सचमुच में नरेंद्र मोदी जी के वक्तव्यों का सम्मान करती है तो राजनाथ सिंह जी को आगे बढ़ करके गिरिराज जी को
बाहर कर देना चाहिए। ഗോവധം നിരോധിക്കുമെന്ന് പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ മാംസാഹാരം തടയാൻ തയ്യാറാകുമോ എന്ന് വ്യക്തമാക്കണമെന്നും അഗ്നിവേശ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വോട്ടിംഗ് ലിസ്റ്റിൽ പേരുൾപ്പെടുത്തുന്നതിലുണ്ടായ ക്രമക്കേടിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടർമാരോട് മാപ്പ് ചോദിച്ചു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ നിരവധി പേർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായിരുന്നു. വോട്ടെടുപ്പ് ദിവസം തുറന്ന് പ്രവർത്തിച്ച ചെന്നൈയിലെ 4 IT കമ്പനികളുടെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂട്ടി മുദ്രവച്ചു. വോട്ടെടുപ്പ് ദിവസം നിർബന്ധമായും അവധി നൽകണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി. ഷോളിംഗനല്ലൂർ IT പാർക്കിലെ ടെക് മഹീന്ദ്ര, വിപ്രോ, വോൾട്ടാസ് എന്നീ കമ്പനികളുടെ ഓഫീസുകളാണ് പൂട്ടിയത്. ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയുണ്ടായത്. IT കമ്പനികൾക്ക് പുറമെ ജീവനക്കാർക്ക് അവധി നൽകാതെ പ്രവർത്തിച്ച 2 പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളും മുദ്രവച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തെ തുടർന്ന് കൊല്ലത്ത് കോൺഗ്രസ് INTUC പോരുമുറുകുന്നു. KPCC യോഗത്തിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ വിമർശിച്ച് DCC പ്രസിഡന്റ് G പ്രതാപവർമ്മ തമ്പാൻ രംഗത്തെത്തിയതോടെയാണ് പോര് കടുത്തത്. ഇരുവിഭാഗവും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. KPCC നിർവാഹക സമിതി യോഗത്തിലും DCC തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ വിമർശിച്ചിരുന്നു. തൃശൂർ പൂരത്തിലെ വെടിക്കെട്ടിൽ ചീറ്റിപ്പോയ പടക്കത്തോടാണ് തമ്പാൻ INTUC പ്രസിഡന്റിനെ ഉപമിച്ചത്. സീറ്റ് മോഹിച്ച് നിരാശനായ ട്രേഡ് യൂണിയൻ നേതാവ് സജീവമായി പ്രചാരണത്തിൽ പങ്കെടുത്തില്ലെന്നും DCC പ്രസിഡന്റ് KPCCക്ക് റിപ്പോർട്ട് നൽകി. എന്നാൽ തമ്പാന്റെ പരിഹാസത്തോട് രൂക്ഷമായ ഭാഷയിൽ തന്നെ ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. സംസ്കാരശൂന്യമായ പെരുമാറ്റമാണ് തമ്പാന്റേതെന്നായിരുന്നു ചന്ദ്രശേഖരന്റെ മറുപടി. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തമ്പാനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദ്രശേഖരൻ KPCC പ്രസിഡന്റ് VM സുധീരന് കത്തു നൽകി. തമ്പാന്റെ പെരുമാറ്റം കോൺഗ്രസ് നേതാവിന് യോജിച്ച തരത്തിലല്ലെന്നും കത്തിൽ പറയുന്നു. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചന്ദ്രശേഖരന്റെ കോലം കത്തിച്ചു. പ്രതാപവർമ്മ തമ്പാനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടാണ് INTUC ഇതിനോട് പ്രതികരിച്ചത്. പ്രവർത്തകർ തമ്പാന്റെ കോലവും കത്തിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ജില്ലയിലെ നേതാക്കളും ഇരുഭാഗത്തുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. മീഡിയ 1 കൊല്ലം. തെരഞ്ഞെടുപ്പിന് ശേഷം NCP സംസ്ഥാന ഘടകത്തിൽ ഭിന്നത വീണ്ടും രൂക്ഷമായി. സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരനും പാർട്ടി നിയമസഭാ കക്ഷി ഉപനേതാവ് AK ശശീന്ദ്രൻ MLAയും തമ്മിലുള്ള പോരുമൂർച്ഛിച്ചതോടെ പാർട്ടിയിൽ പിളർപ്പിന് വഴിയൊരുങ്ങുകയാണ്. ഇന്ന് എറണാകുളത്ത് ഭാരവാഹി യോഗം ചേർന്നെങ്കിലും തർക്കത്തെ തുടർന്ന് യോഗം പൂർത്തിയാക്കാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് NCPയും CPIM നേതൃത്വവുമായി ഭിന്നത രൂക്ഷമായത്. സീറ്റ് നൽകിയില്ലെന്ന് മാത്രമല്ല CPIM നേതൃത്വം തങ്ങളെ അപമാനിച്ചുവെന്ന വികാരമാണ് സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിനുള്ളത്. ഇടതുമുന്നണി വിടണമെന്ന് ഇവർ ശക്തമായി ആവശ്യപ്പെടുന്നു. സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ ഇന്നത്തെ യോഗത്തിലും ഈ ആവശ്യം ഉന്നയിച്ചു. K കരുണാകരനും K മുരളീധരനും കോൺഗ്രസിലേക്ക് തിരിച്ചുപോയപ്പോൾ NCPയിൽ ഉറച്ചുനിന്ന പഴയ കോൺഗ്രസ് നേതാക്കളാണ് പീതാംബരൻ മാസ്റ്റർക്കൊപ്പം ഇടതുമുന്നണി വിടണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചുനിൽക്കുന്നവരിൽ ഭൂരിഭാഗവും. നിയമസഭാ കക്ഷി നേതാവും കുട്ടനാട് MLAയുമായ തോമസ് ചാണ്ടി ശരത് പവാർ എടുക്കുന്ന നിലപാട് കാത്തിരിക്കുകയാണ്. പവാറിന്റെ തീരുമാനം UDFനൊപ്പം നിൽക്കാനാണെങ്കിൽ AK ശശീന്ദ്രൻ MLAയും ഭൂരിഭാഗം NCP നേതാക്കളും ഇടതുമുന്നണിക്കൊപ്പം നിലകൊള്ളുമെന്നാണ് NCP വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജയേഷ് രാഘവൻ, മീഡിയ 1 കൊച്ചി. നരേന്ദ്രമോദിയുടെ ഭാര്യ യശോദാബെന്നിനെ ബാബ രാംദേവിന്റെ ആശ്രമത്തിൽ ഒളിപ്പിച്ചതായി വെളിപ്പെടുത്തൽ. രഹസ്യമാക്കി വെച്ചിരുന്ന വിവാഹബന്ധം മോദി സമ്മതിച്ച ശേഷം യശോദാബെന്നിനെ കാണാനില്ലായിരുന്നു. ഇപ്പോൾ ദ വീക്ക് മാഗസിനാണ് മോദിയുടെ അനുയായികൾ ഇവരെ ആശ്രമത്തിൽ തടഞ്ഞുവെച്ചിരിക്കുന്ന വിവരം പുറത്തുവിട്ടത്. 46 വർഷം രഹസ്യമാക്കി വെച്ച വിവാഹവിവരം കഴിഞ്ഞ 10-ാം തീയതിയാണ് നരേന്ദ്രമോദി സമ്മതിച്ചത്. ഇതിനുശേഷം ഭാര്യ യശോദാബെന്നിനെ കാണാനില്ലായിരുന്നു. ഇവർ ചാർധാം തീർത്ഥാടനത്തിന് പോയി എന്നാണ് ബന്ധുക്കളും പ്രദേശത്തെ RSS പ്രവർത്തകരും നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായി ഒരു സംഘം യശോദാബെന്നിനെ ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവിനെ ഉദ്ധരിച്ച് ദ വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. വിവാഹകാര്യം മോദി സമ്മതിച്ച ഉടനെ തീർത്ഥാടക വേഷത്തിൽ ഒരു സംഘമെത്തി. ചാർധാം യാത്ര വാഗ്ദാനം ചെയ്ത സംഘം യശോദയെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഔറംഗാബാദിലേക്കും. ഇവിടെ നിന്നാണ് കാറിൽ ഋഷിയേശിലെ ഒരു മലമുകളിലുള്ള ബാബ രാംദേവിന്റെ ആശ്രമത്തിലെത്തിച്ചത്. ഏപ്രിൽ 13-ന് ഒരു സ്ത്രീ ആശ്രമത്തിലെത്തിയതായി അവിടുത്തെ ജീവനക്കാരും സമ്മതിക്കുന്നു. തീർത്ഥാടക വേഷത്തിൽ എത്തിയവർക്ക് ഗുജറാത്തിലെ സുരക്ഷാ സേനയുമായി ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. നാമനിർദ്ദേശ പത്രികയിലെ ഒരു കോളവും ഒഴിച്ചിടാൻ പാടില്ലെന്ന സുപ്രീംകോടതി വിധിയെ തുടർന്നാണ് വിവാഹകാര്യം സമ്മതിക്കാൻ മോദി നിർബന്ധിതനായത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
2G സ്പെക്ട്രം അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. എ രാജ, കനിവഴി ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ പരാമർശിച്ച എല്ലാവർക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിച്ചതിനുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് കുറ്റപത്രം. സ്വാൻ ടെലികോം കമ്പനിയും എ രാജയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ പണം കൈമാറ്റം നടത്തി. 200 കോടി രൂപ സ്വാൻ ടെലികോം DMKയുടെ ഉടമസ്ഥതയിലുള്ള കലേഞ്ചർ ടിവിക്ക് നൽകി. രാജ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കുറ്റപത്രം. മുൻ MPയും കരുണാനിധിയുടെ മകളുമായ കനിമൊഴി, കരുണാനിധിയുടെ ഭാര്യ ദയാലു അമ്മാൾ, വിനോദ് ഗോയങ്ക, സ്വാൻ ടെലികോം, ഷാഹിദ് ബൽവ, ആസിഫ് ബൽവ തുടങ്ങിയവർക്കെതിരെയും കുറ്റപത്രമുണ്ട്. They have made 19 people as an accused. Most of them were companies. I could not exactly see that what are the names of the people, right? But I think most of the people who are accused in 2G case were there. 2G സ്പെക്ട്രം ലേലം ചെയ്യുന്നതിൽ അന്നത്തെ ടെലികോം മന്ത്രി എ രാജ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇതുവഴി 1,75,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച CBIയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മെയ് 5 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കുറ്റപത്രം ഏപ്രിൽ 30 കോടതി പരിഗണിക്കും. മീഡിയ 1, ഡൽഹി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഗീയ ശക്തികളെ അകറ്റാൻ ആവശ്യമെങ്കിൽ മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം. നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന പൃഥ്വിരാജ് ചവാൻ. മൂന്നാം മുന്നണിക്കൊപ്പം ചേർന്ന് സർക്കാരുണ്ടാക്കുമെന്നും കോൺഗ്രസ് നേതാവ്. വികസനത്തിന്റെ ഗുജറാത്ത് മാതൃകയെ വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി. മോദിയുടെ സുഹൃത്തുക്കൾക്ക് ഭൂമി ചുളവിലേക്ക് അനുവദിച്ചതാണ് ഗുജറാത്ത് വികസനമെന്ന് പ്രിയങ്ക. സ്ത്രീകൾക്ക് വേണ്ടി ഗുജറാത്തിൽ എന്തു ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നും മോദിയോട് പ്രിയങ്കയുടെ ചോദ്യം. പ്രധാനമന്ത്രിയുടെ സഹോദരൻ ദൽജീത് സിംഗ് BJPയിൽ ചേർന്നു. അംഗത്വം സ്വീകരിച്ചത് നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ അമൃത്സറിൽ നടന്ന BJP റാലിയിൽ. നരേന്ദ്രമോദിയെ മൃഗമെന്ന് വിളിച്ച കോൺഗ്രസ് നേതാവ് ബേനിപ്രസാദ് വർമ്മയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. വിദ്വേഷ പ്രസംഗങ്ങളെ തള്ളിയെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ അംഗീകരിക്കുന്നുവെങ്കിൽ ഗിരിരാജ് സിംഗിനെ പുറത്താക്കണമെന്ന് സാമൂഹിക പ്രവർത്തകൻ സ്വാമി അഗ്നിവേശ്. ഇതിന് BJP തയ്യാറാകണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് നരേന്ദ്രമോദിക്ക് കത്തയച്ചതായും അഗ്നിവേശ്. TP വധക്കേസിലെ പ്രതി PK കുഞ്ഞനന്ദനെതിരെ പാർട്ടി നടപടി വന്നേക്കും. തീരുമാനം P ജയരാജൻ ജയിലിൽ നേരിട്ടെത്തി അറിയിച്ചു. നടപടി വൈകിയത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കണമെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ച്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ഇതോടെ ഇന്നത്തെ പോളിംഗ് ബൂത്ത് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.